നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൽ ഇന്ന് 2025 മൂലം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. സത്യസന്ധരായ മൂലനക്ഷത്രക്കാർ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നവരാണ്. അഹംഭാവികളെന്ന് തോന്നുമെങ്കിലും ഇവർ ശുദ്ധഹൃദയരും നിർമ്മല സ്വഭാവമുള്ളവരുമാണ്. എല്ലാവരെയും ബഹുമാനിക്കുന്ന ഇവർ തിരിച്ചടികളെ വകവെക്കാറുമില്ല. അതിബുദ്ധിയുള്ളവരും സംഘടനാ മികവുള്ളവരുമാണ് മൂലനക്ഷത്രക്കാർ. ഏത് തൊഴിലിലും തിളങ്ങുന്ന മൂലനാളുകാർ സ്വന്തം അധ്വാനത്തിലൂടെ ഉയർച്ചെടുത്തുന്നവരായിരിക്കും. ആകർഷണീയതയും സമാധാനപ്രിയരുമായ ഇവർ പലവിധ തത്വങ്ങളും ജീവിതത്തിൽ വെച്ചു പുലർത്തുന്നവരാണ്. ഏത് പ്രതിസന്ധിയെയും നേരിടുന്ന ഈ നാളുകാർ നാളെയെക്കുറിച്ച് ചിന്തയില്ലാത്തവരും സ്വന്തം കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരുമാണ്. പൊതുകാര്യങ്ങളിൽ താൽപ്പര്യമുള്ള മൂലനാളുകാർ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ സാമ്പത്തികം നോക്കാറില്ലാത്തവരാണ്. നല്ല ഈശ്വരവിശ്വാസികളും നീതിനിഷ്ഠരുമാണ് മൂലനക്ഷത്രക്കാർ. പിതാവിൽ നിന്ന് ഇവർക്ക് വലിയ സഹായമൊന്നും കിട്ടാറില്ല. സ്വതന്ത്ര ചിന്താഗതിക്കാരായ മൂലനക്ഷത്രക്കാർ സ്വന്തം ഇഷ്ടപ്രകാരമേ എന്തും ചെയ്യൂ. ഇവർ മറ്റുള്ളവരെ ഉപദേശിക്കുമെങ്കിലും സ്വന്തം കാര്യങ്ങളിൽ അതൊന്നും തന്നെ വെച്ച് പുലർത്താറില്ല. പണം ചിലവാക്കുന്നതിൽ ഒട്ടും മടി കാട്ടാത്ത മൂലനക്ഷത്രക്കാർ പെരുമാറ്റത്തിൽ ചാബല്യവും അസ്ഥിരതയും കാണിക്കുന്നവരുമാണ്. മൂലനാളുകാരായ സ്ത്രീകൾ നല്ല ഭർത്തൃമതികളും ഗൃഹഭരണത്തിൽ മികവുള്ളവരും ഈശ്വരഭക്തിയുള്ളവരുമായിരിക്കും. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഇവർക്ക് 2025 അനുഭവവേദ്യമാകുന്നത്. വർഷാരംഭത്തിൽ വ്യാഴം 6ാം ഭാവത്തിലും ശനി 3ാം ഭാവത്തിലുമാണ് ഇവർക്ക്. വ്യാഴം അഥവാ ഗുരുവിൻ്റെ 6ാം ഭാവത്തിലെ സ്ഥിതി മൂലം പലവിധത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാമെങ്കിലും ശനി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നത് കുറേയൊക്കെ ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ മാർച്ച് മാസത്തിന് ശേഷം ഇവർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ്. അത് മാനസികമായ വിഷമതകൾക്ക് കാരണമാകുന്നു. പല കാര്യങ്ങളിലും തടസ്സങ്ങളും കാലതാമസവും നേരിടേണ്ടി വരാം. അലച്ചിലുകളും കഷ്ടപ്പാടുകളും വർദ്ധിക്കും. ജോലിയിൽ സ്ഥലമാറ്റം ഉണ്ടായേക്കാം. ധനാഗമ മാർഗങ്ങൾ കുറയുന്നതാണ്. കാര്യപ്രാപ്തിക്കായി കഠിനമായ പരിശ്രമം വേണ്ടിവരും. അതുപോലെ തന്നെ ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നതാണ്. എങ്കിലും കഠിനമായ പരിശ്രമത്തിലൂടെ പ്രവർത്തികളെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് സാധിക്കുന്നതാണ്. പ്രണയിതാക്കൾ തമ്മിൽ പിണക്കങ്ങളും അകൽച്ചയും ഉണ്ടായേക്കാം. വിവാഹാലോചനകൾക്ക് അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. മെയ് മാസത്തിൽ വ്യാഴം 7ാം ഭാവത്തിലേക്ക് വരുന്നത് ഏറെ ഗുണകരമാണ്. ധനസംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറി ധനവരവുണ്ടാകും. സ്ത്രീകൾക്ക് ആഭരണ ലബ്ധി ഉണ്ടാകും. വരവിനേക്കാളധികം ചെലവ് ഉണ്ടാകുന്നതാണ്. പുതിയ വാഹനം വാങ്ങുന്നതിന് സാധിക്കും. എതിരാളികൾക്ക് മേൽ വിജയമുണ്ടാകും. വ്യാപാരം മെച്ചപ്പെടുകയും വ്യാപാരത്തിലൂടെ ധനവരവുണ്ടാകുകയും ചെയ്യും. സർക്കാരിൽ നിന്നുമുള്ള ലോൺ പോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് വഴി സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്.
രാഷ്ട്രീയക്കാർക്ക് തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനുള്ള പല അവസരങ്ങളും തുറന്നു കിട്ടുന്ന വർഷം കൂടിയാണിത്. കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും മത്സര വിജയം നേടുവാൻ സാധിക്കും. ദീർഘകാലമായി പിണക്കത്തിലായിരുന്നവരുമായി വീണ്ടും ഇണങ്ങിപ്പോകുന്നതാണ്. പൂർവ്വകാല സുഹൃത്തുക്കളെ കണ്ടെത്തുകയും അവരുമായി ചേർന്ന് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഈ വർഷം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും ഗൃഹപ്രവേശനം നടത്തുവാനും സാധിക്കും. വാഹനങ്ങളിൽ നിന്നും മറ്റും അപകടങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. വിദേശ യാത്രകൾ സഫലമാകും. ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ തലത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിന് സാധിക്കുന്നതാണ്. മാതാവിന് രോഗങ്ങളുണ്ടായേക്കാം. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതലായി ഏർപ്പെടുകയും അതിൽ മനഃശാന്തി കണ്ടെത്തുകയും ചെയ്യും. സന്താനങ്ങളുടെ പഠനത്തിനായി കൂടുതലായി പണം ചെലവഴിക്കേണ്ടി വരും. പല കാര്യങ്ങളിലും സഹപ്രവർത്തകരുടെ സഹായമുണ്ടാകും. കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പലപ്പോഴും മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന പല ചിന്തകളും അലട്ടിക്കൊണ്ടിരിക്കും. വർഷത്തിൻ്റെ അവസാനത്തോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറി വരുന്നതാണ്. അലർജി, ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ, ഭക്ഷ്യവിഷബാധ എന്നിവ അലട്ടിയേക്കാം. മൂലനക്ഷത്രക്കാർ ചൊവ്വ, വ്യാഴം, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. മൂലനക്ഷത്ര ദിനങ്ങളിലും അനുജന്മ നക്ഷത്രങ്ങളായ അശ്വതി, മകം നാളുകളിലും ശ്രീകൃഷ്ണ ഭജന നടത്തുന്നതും മഹാവിഷ്ണുവിനെയും ഗണപതിയെയും പൂജിക്കുന്നതും ശ്രേയസ്കരമായി പറയുന്നു. വ്യാഴാഴ്ചയും മൂലനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായി പറയുന്നു. അതുപോലെ തന്നെ വേദദോഷമുള്ളതിനാൽ ആയില്യം നാളുകാരുമായുള്ള ഇവരുടെ കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളും ഇവർക്ക് നിശ്ചിതമായി പറയുന്നുണ്ട്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.